ലൈംഗിക ആരോപണം ഉയർന്നതിനു പിന്നാലെ AMMA ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നും സിദ്ദിഖും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് രഞ്ജിത്തും രാജിവെച്ചതിനു പിന്നാലെ AMMA പ്രസിഡന്റ് മോഹൻലാലിന്റെ പ്രതികരണം നിർണായകമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്കെ യോഗം ചേരുകയും സ്ത്രീകളുടെ പരാതികളിൽ ഊന്നൽ നൽകുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. WCC അംഗങ്ങളോട് ശത്രുതാപരമായ മനോഭാവമില്ലെന്നും കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും ഫെഫ്ക പറയുന്നു. അതേസമയം നടൻ സിദ്ദിഖിന്റെ രാജിയെ സ്വാഗതം ചെയ്ത് ഷമ്മി തിലകൻ. ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണമെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം അമ്മ പ്രസിഡന്റിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസിഡന്റിനാണ് സിനിമാ സംഘടനയിൽ സർവാധികാരം. നിയമവിധേയമല്ലാത്തത് എവിടെയും നിലനിൽക്കില്ല. വിഗ്രഹം എന്നത് ആരാധിക്കുന്നവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഇല്ലാതായാൽ അത് ഉടച്ചുകളയണം. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണം. സിനിമയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതിനാൽ സിദ്ദിഖ് രാജിവെച്ച് ധാർമ്മികത കാട്ടിയെന്നും നടൻ സിദ്ദിഖിന്റെ രാജിയെക്കുറിച്ച് ഷമ്മി തിലകൻ പ്രതികരിച്ചു. തന്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ സംഘടനയിൽ പറഞ്ഞിട്ടുള്ളയാളാണ് താൻ. പക്ഷേ തനിക്ക് പോലും ഇപ്പോൾ ഭയത്തോടെ കഴിയാൻ സാധിക്കും. താൻ സിനിമയിൽ സജീവമല്ലെന്നും ഒതുക്കപ്പെട്ടയാളാണെന്നും ഷമ്മി തിലകൻ അഭിപ്രായപ്പെട്ടു. ഒരു പുതിയ വിഷയമല്ലല്ലോ അത് കാലാകാലങ്ങളിലായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഭാരത് സിനിമ മുതൽ തുടങ്ങിയ കാര്യം തന്നെയാണത്. ഈ ഹരാസ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് സെക്ഷൽ ഹരാസ്മെന്റ് ആയിരിക്കുമല്ലോ. പുതിയൊരു വിഷയമൊന്നും അല്ല അത് കാലാകാലങ്ങളിലായിട്ട് അതിന് ശരിക്കും പറഞ്ഞാൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട പല നല്ല വേറെ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പക്ഷേ ആരും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. അതേസമയം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സിദ്ദിഖിന്റെ നടപടിയിൽ പ്രതികരിച്ച് സഹതാരങ്ങൾ രംഗത്ത് വന്നു. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സ്വമേധയാ രാജിവെക്കുകയായിരുന്നുവെന്നും ജനാധിപത്യപരമായ നീക്കമാണിതെന്നും നടൻ ടിനി ടോം പ്രതികരിച്ചു. ആരോപണം വന്നാൽ നേതൃസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നാണ് അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചത്. സിദ്ദിഖിന്റെ ഔചിത്യം വെച്ചാണ് അദ്ദേഹം സ്ഥാനം രാജിവെച്ചതെന്നും ജയൻ ചേർത്തല പറഞ്ഞു. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് രഞ്ജിത്ത് രാജിവെച്ചതിനു പിന്നാലെ പകരം നടൻ പ്രേംകുമാർ താൽക്കാലികമായി സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്ന് സൂചന. നിലവിൽ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് പ്രേംകുമാർ. 2022 ബീന പോൾ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് പ്രേംകുമാർ വൈസ് ചെയർമാനായി ചുമതലയേറ്റത്. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. അല്പം മുൻപ് അദ്ദേഹം സർക്കാരിന് രാജിക്കത്ത് കൈമാറി. ഇന്നോ നാളെയോ രാജിവെക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ മുൻപ് രഞ്ജിത്ത് അറിയിച്ചിരുന്നു. അതേസമയം ഇടതു സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ ചെളിവാരി എറിയുകയാണെന്ന് സംവിധായകൻ രഞ്ജിത്ത് ആരോപിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച ശേഷം പ്രതികരിക്കവെയാണ് അദ്ദേഹം ഇങ്ങനെ ആരോപിച്ചത്. താനെന്ന വ്യക്തി കാരണം ഇടത് സർക്കാരിന് കളങ്കമേൽക്കരുത്. സർക്കാർ നൽകിയ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നതിനാലാണ് രാജി. സത്യം തെളിയും, സത്യം ലോകമറിയും, അത് വിദൂരമല്ല എന്നും രഞ്ജിത്ത് പ്രതികരിച്ചു. നടിയുടെ ആരോപണത്തിന്റെ ഒരു ഭാഗം നുണയായിരുന്നു. നടി തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.